വെൽക്കം ടു ചാനൽ കുഞ്ഞാറ്റാസ് വ്ലോഗിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ചിക്കൻ കറിക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് തന്നെ കുറച്ച് വേപ്പില വേണം, പിന്നെ സവാള വേണം, പിന്നെ പച്ചമുളക് വേണം, പിന്നെ ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും വേണം, പിന്നെ ടൊമാറ്റോ വേണം, പിന്നെ പൊട്ടറ്റോ വേണം, പിന്നെ ചിക്കൻ ഉപ്പിലും മുളകിലും ഇട്ട് പെരട്ടിയത് വേണം. പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണത് എന്താണ്, പട്ട ഗ്രാമ്പു അങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ വേണം. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടത്. നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇനി നമ്മൾ സ്റ്റൗ ഓണാക്കണം. സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റൗ ഒക്കെ ഓണാക്കി കഴിഞ്ഞിട്ട് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കണം. എണ്ണ നമ്മൾ മുടിയിലൊക്കെ എണ്ണ തേക്കില്ല, ആ എണ്ണയല്ല, നമ്മൾ കഴിക്കുന്ന എണ്ണയാണ് തേക്കുന്നത്. അപ്പോൾ എണ്ണ പാനിലോട്ട് ഒഴിക്കണം. പാനിലോട്ടാണ് ഇത് എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒഴിക്കാം എന്തായാലും. ഇതാണ് കേട്ടോ എണ്ണ. ഇങ്ങനത്തെ ക്ലിയർ ആയിട്ടുള്ള എണ്ണ വേണം നമ്മൾക്ക് ഉപയോഗിക്കാൻ. എനിക്ക് അങ്ങനെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾ ക്ലിയർ ആയിട്ട് ഉപയോഗിക്കണം. ഞാനും ക്ലിയർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ക്ലിയർ എണ്ണ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ഗായ്സ് എണ്ണ ചൂടായിട്ടുണ്ട്, കുറേയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ പട്ട ഗ്രാമ്പു അങ്ങനെയൊക്കെ ഇടണം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത് ചിക്കൻ കറിക്ക്. നമ്മൾ നന്നായിട്ട് ഇടണം ഗായ്സ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കണം. തക്കാളി നമ്മൾ കുറേ ഇട്ട് കൊടുക്കണം കേട്ടോ. കുറേ ഒന്നും വേണ്ട, ഒരെണ്ണം വേണം എന്തായാലും. ഫുള്ളിട്ട് കൊടുക്കണം. തക്കാളി മാത്രം ഇട്ട് കൊടുക്കാൻ പാടില്ല. എന്നിട്ട് തക്കാളി വാഴുമ്പോൾ നമുക്ക് പൊട്ടറ്റോ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ടും പൊടികളാണ് ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെ വെച്ച പൊടികൾ. അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ഫുൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ആ പൊട്ടറ്റോ എടുത്തോ. ഇപ്പിടല്ലേ കേട്ടോ. പൊട്ടറ്റോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇടണം കേട്ടോ. ഇതുപോലെ ഒന്ന് വാടണം, കുറേയൊക്കെ വാടണം. ഇരട്ടെ. അപ്പൊ ഇനി നമ്മൾ ഇതിനകത്തോട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻറ്റും ആവശ്യത്തിന് തീർന്നിട്ടുണ്ട്. പൊടിയൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം നമ്മുടെ മെയിൻ സാധനം ചിക്കൻ ഇട്ട് കൊടുക്കണം. അപ്പോൾ ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എനിക്ക് ഇടാൻ ഇത്തിരി പേടിയാണ്, കാരണം അപ്പോൾ പേടിയായി ചിക്കനൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് അവസ്ഥയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെക്കാം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിക്കണുള്ളൂ. ഒഴിച്ചോ. ഓക്കെ, മതി. കുറച്ച് ഉപ്പിട്ടെ. ഉപ്പ് ടേസ്റ്റിനിടാം. കൈ കൊണ്ട് വേണം ഇടാൻ. ഞാൻ കുറച്ച് ഉപ്പ് എടുത്തിട്ടുള്ളൂ, കാരണം അതാണ് അവിടെ ഉപ്പ്. ഉപ്പാണിത്. അതാണ് അത്രയും ചിക്കൻ അത്ര ഉപ്പ് മതിയാ. ഇപ്പൊ എത്ര ചിക്കന് എത്ര. അപ്പൊ ഇനി നമ്മൾ ഇത്രയും ഉപ്പ് ഇടണം. അപ്പോൾ ഗായ്സ് നമുക്ക് ഇതിനകത്തോട് കുറച്ച് നാരങ്ങ നീരിടാം. എന്നിട്ട് അത് നമുക്ക് ആ പാത്രം അടച്ചു വെക്കാം. എന്നിട്ട് കുറച്ച് ഇളക്കി കൂട്ടി നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്കിത് അടച്ചു വെക്കാം. അടച്ചു അടച്ചോ. മീഡിയം ഫ്ലെയിമിലിട്. മീഡിയം ഫ്ലെയിമിലിട്ടാ. ഓക്കെ.
വീഡിയോസിന് പൊള്ളന്മാർക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിന് നല്ല മണം വന്നിട്ട് കേട്ടോ. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിന് നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റും ചെയ്യണം. എന്നാലേ എനിക്കൊരു പ്രോത്സാഹനം വരുള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു. കുഞ്ഞാറ്റാസ് വ്ലോഗിൽ ഫ്രം സ്വാഗതം.